പലയിടങ്ങളിലും മോഷണം നടക്കുന്നത് നമ്മൾ കണ്ടു. തിരക്കുള്ള ബസ്സിനിടയിൽ പോയിട്ട് പോക്കറ്റടിക്കുന്നത് നമ്മൾ കണ്ടു. അതേപോലെ മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്നത് കണ്ടു. എന്നാൽ ഇവിടെ മൊബൈൽ ഫോൺ മോഷണം നടന്നിരിക്കുന്നത് തിരക്കുള്ള ബസ്സിലോ ഒരു ഷോപ്പിംഗ് മാളിലോ അല്ല, പകരം ഒരു ആരാധനാലയത്തിലാണ്. ഫസ്റ്റ് നൂൺ റിപ്പോർട്ട്. മലപ്പുറം തിരുനാവായ രാങ്ങാട്ടൂർ ജുമാ മസ്ജിദിൽ നിസ്കാരത്തിനിടെ യുവാവിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു. യുവാവിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ വൈകിട്ട് നടന്ന മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. മൊബൈൽ ഫോൺ എടുക്കുന്നു. നിസ്കാരം നടക്കുന്ന സമയത്ത് എല്ലാവരും തിരിഞ്ഞ് നിസ്കരിക്കുകയാണ്. പള്ളിയിൽ കയറിയ മോഷ്ടാവിന് നിസ്കാരമൊന്നുമില്ല. കണ്ടത് ഒരു മൊബൈൽ ഫോൺ എടുക്കുന്നത്, ആ കൂളായിട്ട് നടന്ന് തലേ തൊപ്പി വെച്ചങ്ങ് പോയി. മലപ്പുറത്താണ് തിരുനാവായിലെ രാങ്ങാട്ടൂർ ജുമാ മസ്ജിദിൽ നിസ്കാരത്തിന് വേണ്ടി വന്നതാണ് എന്നാണ് കരുതിയത്. പക്ഷേ നിസ്കരിക്കാൻ എത്തിയില്ല. അയാൾ അവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഒരു കറുത്ത ടീഷർട്ടും നീല ജീൻസും ഇട്ടാണ് അയാൾ വരുന്നത്. അവിടെ വന്ന് എല്ലാവരും നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയം നേരെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന പ്ലഗിൻ്റെ അടുത്തേക്ക് വരുന്നു. ജനാലയ്ക്ക് അരികിൽ സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോൺ എടുക്കുന്നു. ആരും കാണാതെ പോക്കറ്റിലാക്കുന്നു. കൂളായിട്ട് നടന്നു പോകുന്നു. എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ എടുത്തു എന്ന മട്ടിലാണ് അയാളുടെ പോക്ക്. നിസ്കരിച്ച് ഏതോ ഒരു പാവം മനുഷ്യൻ്റെ മൊബൈൽ ഫോണാണ് പോക്കറ്റിൽ എടുത്തിട്ടുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ പോകുന്നത്. നിസ്കരിക്കുന്ന സമയത്തും മോഷ്ടിക്കാനായിട്ട് വരുന്ന ഈ മനുഷ്യരെയൊക്കെ എന്താ പറയുക? സോണൽ കൃഷ്ണയുണ്ട് ഇപ്പോൾ സ്ഥലത്ത്. സോണൽ, നമുക്കത് പ്രേക്ഷകർക്കൊന്ന് കാട്ടിക്കൊടുക്കാം. എവിടെയാണ് മോഷണം നടന്നത്, എങ്ങനെയാണ് അയാൾ മോഷ്ടിച്ചത് എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടു. എന്തെങ്കിലും സൂചനയുണ്ടോ നിസ്കാരത്തിനിടയിൽ മൊബൈൽ മോഷ്ടിച്ച ഈ കള്ളനെക്കുറിച്ച്? അരുൺകുമാർ, ഞാൻ ഈ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട മോഷണം നടന്ന ആ പള്ളിയിലാണ്. തിങ്കളാഴ്ച വൈകിട്ട് ഏകദേശം 4 മണിയോട് കൂടിയിട്ടാണ് നിസ്കാര സമയത്ത് ഈ മോഷണം നടക്കുന്നത്. ഏറ്റവും പാവപ്പെട്ട ഒരു വിശ്വാസിയുടെ മൊബൈൽ ഫോണാണ് ഇത്തരത്തിൽ കവർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മളെ വിശ്വാസികളെ സംബന്ധിച്ചറിയാം, റമദാൻ മാസമാണ്. അവരെല്ലാവരും പ്രാർത്ഥനയുമായി പള്ളികളിലും മറ്റും നിൽക്കുന്ന സമയമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. എന്തായാലും പള്ളിയുടെ ചുമതലപ്പെട്ടവർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ? അതെ, ഒരു പാവപ്പെട്ടൻ്റെ ഫോണാണ് പോയിട്ടുള്ളത്. പാറാത്തൊടുവിൽ അബൂബക്കർ എന്ന കുഞ്ഞുട്ടിയുടെ ഫോണാണ് പോയിട്ടുള്ളത്. അവന് കൂലിപ്പണിക്കാരനാണ്. അവന് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടതയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന സമയത്താണ് അവൻ്റെ ആ ഫോണ് നഷ്ടപ്പെട്ടത്. മിനിഞ്ഞാന്ന് തിങ്കളാഴ്ച 23-ാം തീയതി തിങ്കളാഴ്ച 4 മണിയോട് കൂടി അസ്ര നിസ്കാരത്തിനാണ് നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും വിശ്വാസികൾ കൈ കെട്ടിയ സമയത്താണ് ഫോൺ നഷ്ടപ്പെട്ടുള്ളത്. നിസ്കരിക്കാൻ കൈ കെട്ടിയ ഉടനെ ആണ് ഈ അദ്ദേഹം ബാക്കിൽ നിന്ന് വന്ന് ഫോൺ എടുത്തുള്ളത്. നിസ്കാരത്തിലേക്ക് ശ്രദ്ധ ഉള്ള സമയത്ത് ഞങ്ങളൊക്കെ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കാറില്ലല്ലോ. ആ സമയത്താണ് മോഷണം പോയിട്ടുള്ളത്. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഫോൺ കാണാതായപ്പോൾ മോഷണം പോയി എന്ന് മനസ്സിലായപ്പോൾ CCTV ചെക്ക് ചെയ്തു. ആളെ പിടുത്തം കിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്തു, തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ മുൻ വാർഡ് മെമ്പറായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനും ഈ ഫോൺ നഷ്ടപ്പെട്ട ആൾ കൂടി തിരൂർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷിച്ച് വിവരം തരാമെന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങൾക്ക് പാലക്കാട്ടുകാരനാണെന്നും അദ്ദേഹത്തിൻ്റെ ഒരു പേരും ഫോൺ നമ്പറും കിട്ടിയപ്പോൾ അത് തിരൂർ പോലീസ് സ്റ്റേഷനിൽ കൈമാറി സംശയിക്കുന്ന വ്യക്തിയുടെ ഫോണും തിരൂർ പോലീസ് സ്റ്റേഷനിൽ കൈമാറി. അവരെന്ന് അന്വേഷിച്ച് ഇന്ന് വിവരം 3 മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സംശയം തോന്നാത്ത രീതിയിലാണ് അയാൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത്. ആ നിസ്കാരത്തിന്റെ സമയത്ത് മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നത് അല്ലേ? അതെന്താ വെച്ചാൽ ഈ റോഡ് വക്കിലുള്ള ഒരു പള്ളിയാണല്ലോ. ഇവിടെ വിശ്വാസികളായ പലരും വരും. അപ്പോൾ ആരാണ് എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാൻ കഴിയില്ല. റോഡ് വക്കിലുള്ള പള്ളിയാകുമ്പോൾ യാത്രക്കാരുണ്ടാവും. നിസ്കരിക്കുന്ന സമയത്താണ് ഈ ഇത് എടുത്തുകൊണ്ട് പോയത്. അതൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഇതേ അനുഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒക്കെ അന്ന് CCTV ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയിരുന്നില്ല. മുമ്പ് ഒരു ഡോക്ടർ റോളക്സ് വാച്ച് പോയിട്ട് പിന്നെ നമുക്ക് ആളെ തിരിച്ചേൽപ്പിച്ചു. നല്ല വിലയുള്ള വാച്ച് ചെയ്യുന്നു. ഇതുപോലെ തിരിച്ചു കിട്ടാത്തതായിട്ടുള്ള പലതും ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ഇത് അധികാരികളെ കണ്ണ് തുറന്ന് ഇത്തരക്കാരെ മാതൃകപരമായി ശിക്ഷിക്കാൻ തയ്യാറാവണം. ഈ അവസരത്തിൽ ആ കള്ളനെ കണ്ടുപിടിക്കണം. നാട്ടുകാരെയൊക്കെ ഒന്ന് സഹകരിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ നാട്ടിൽ പരിസരത്ത് കാണാൻ കറങ്ങി നടക്കുന്ന കക്ഷിയാണ്. സോണൽ കൃഷിയാണ് ഇപ്പോൾ സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുനാവായ രാങ്ങാട്ടൂർ ജുമാ മസ്ജിദിലാണ് നിസ്കരിക്കുന്ന സമയത്ത് പോയി മൊബൈൽ ഫോൺ അടിച്ചുകൊണ്ട് പോയത്. എന്നാലും ആ കള്ളനെ നിസ്കരിക്കുന്ന സമയത്തൊക്കെ പോയി പള്ളിയിൽ പോയി അടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം വൃത്തികെട്ട മനസ്സായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും ആ കള്ളനെ പിടികൂടെ നാട്ടുകാർ കൂടി ഒന്ന് ഉഷാറാവുക. ദൃശ്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് പതിഞ്ഞിട്ടുണ്ട്.